Hello. Welcome to Market Discussion of the Day. Today, November 29, 2024, Friday ആണ് ഓക്കെ വീക്കെൻഡ് ആണ് ഓക്കെ. സോ ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് ഫണ്ടമെൻ്റൽ ന്യൂസുകളൊന്നുമില്ല ഓക്കെ. പക്ഷേ വേൾഡിലെ പൊളിറ്റിക്കൽ സീൻസ് കാരണം ഭയങ്കരമായ ഒരു ഫണ്ടമെൻ്റൽസ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാർക്കറ്റ് 2636 നിന്ന് 2 ക്യാൻഡിൽ കൊണ്ട് 2662, ഓൾമോസ്റ്റ് ഒരു 300 പിപ്പ് മുകളിലോട്ട് പോയി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടിട്ടായിരിക്കും ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഒറ്റ 2 ക്യാൻഡിൽ കൊണ്ട് വന്നിട്ടുണ്ടാവുക? നമ്മൾ തിങ്കളാഴ്ച കേട്ടു എന്താണ്, സീസ്വെയർ വരാൻ ചാൻസ് ഉണ്ട്, ഇസ്രായേൽ ലെബണൻ തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ ഒരു സീസ്വെയർ വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുകയും അത് പിന്നീട് 60 ദിവസത്തെ സീസ്വെയർ വരികയും ചെയ്തു. അത് കാരണം മൺഡേ തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 2720 നിന്ന് 2615 ആ ലെവലിലോട്ട് വരികയും പിന്നീട് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നൊരു ചെറുതായിട്ട് മുകളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു, താഴോട്ട് വരുന്നു, അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ആ ഒരു സീസ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ലെബണനിൽ അടുത്തൊരു മീൻസ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന് ഉള്ള രീതിയിലുള്ളൊരു ന്യൂസ് വന്നു എന്നുള്ളതാണ്. അത് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിൽ ബോംബ് ഇട്ടുകൊണ്ടാണ് ഇവർ ലെബണനിൽ ബോംബ് ഇട്ടതെന്ന് ലെബണൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ഓക്കെ. സോ അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് പല രാജ്യങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഫ്രാൻസൊക്കെ ഒരുപാട് മുന്നിട്ട് നിന്ന് തന്നെ ആ ഒരു സീസ് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, ഇപ്പം ആരെങ്കിലും ഏത് എന്താ പറയുക നേതാവ് വന്നിട്ട് ഇതേപോലൊരു സീസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവർക്കതൊരു എന്താ പറയുക ജനങ്ങളുടെ പിന്തുണ കൂടുന്ന ഒരു സംഭവമാണ്, അവർ ഹീറോ ആവുന്നുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ. അതുകൊണ്ടിട്ട് നമ്മളിപ്പം അവിടെ ഒരു ബോംബ് ഇട്ടു, ഇവിടെ ഒരു ബോംബ് ഇട്ടു എന്നും പറഞ്ഞ് ചാടിക്കേറി ഒരു എന്താ പറയുക ഒരുപാട് ലോട്ട് എടുത്ത് ബൈ എടുക്കുക എന്നൊന്നുമല്ല. കാരണം സപ്പോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പീസ് ചർച്ച വീണ്ടും ഉണ്ടായാൽ, കാരണം ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്തായാലും സീസ്വെയർ വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒറ്റ ക്യാൻഡിൽ മതി 2660 നിന്ന് 2600 മിനിമം 2630 പോകാനായിട്ട്. ഓക്കെ. സോ നമുക്കൊരു മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ. സോ ഗോൾഡിൻ്റെ എങ്ങനെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഗോൾഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ എന്ന് പറയാനായിട്ട്. അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നമുക്ക് സൺഡേ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാമെന്നുള്ളതാണ്. കാരണം അടുത്ത ആഴ്ച സംഭവ വിപുലമായ ഒരു വീക്കാണ്, ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ഫ്രൈഡേ നോൺ ഫാം പേറോൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ ഒരു പ്രത്യേകത. ഓക്കെ. സോ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY 154 എന്നൊക്കെ ഈ ആഴ്ച താഴെ വന്ന് 150 വന്ന് പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ. സോ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് ഓൾമോസ്റ്റ് 152 ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡ് ആണ് JPY എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനിയും നമുക്ക് 152 താഴെയായിട്ട് 152 മുകളിൽ ക്രോസ് ചെയ്യാതെ 2 മാർക്കറ്റ് കണ്ടീഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഫസ്റ്റ് ടാർജറ്റ് വന്നിട്ട് 148, അതിനുശേഷം 156, 144, 142 ഇത്രയാണ് റെസിസ്റ്റൻസുകൾ. ഓക്കെ. അപ്പോൾ ഈ റെസിസ്റ്റൻസുകൾ അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. 152 ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് 152 മുകളിൽ കയറിയാലോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം അല്ലേ? ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രം നമുക്ക് ബൈയിലോട്ട് പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സെല്ലെടുത്ത് കഴിഞ്ഞാൽ 152 നമുക്ക് കിട്ടിയിട്ട് നമ്മൾ സെല്ലെടുത്ത് കഴിഞ്ഞാൽ 152.60 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.0500 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. നമുക്ക്
ഞാൻ നേരത്തെ പറഞ്ഞു 1.0500 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീണ്ടും ബൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു ലോട്ടിലും ബൈ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 0.2 റേഞ്ചിൽ, 0.2 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ 0.3 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം. അതിനടുത്ത ബൈ നമ്മൾ 1.0700 മുകളിലായിട്ട് മാർക്കറ്റ് 2 മാർക്കറ്റ് കണ്ടീഷനിൽ വരുമ്പോഴാണ്. ഓക്കെ, സോ സപ്പോസ് 101 അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയതുകൊണ്ടിട്ടാണ് 2 മാർക്കറ്റ് കണ്ടീഷനിൽ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ബൈ എടുക്കാമെന്ന് ഞാൻ പറയുന്നത്. സപ്പോസ് 1.0700 അവിടെ റെസിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബൈ കട്ട് ചെയ്ത് അത് പ്രോഫിറ്റ് ആക്കിയതിന് ശേഷം അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ല് എടുക്കുന്നതും തെറ്റില്ലാത്ത കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 60 പിപ്സ് എങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്ത് ഉള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ GBP വരുമ്പോൾ GBP നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.2500 നിന്ന് ഞാൻ നമുക്ക് 1.25-230 ആ റേഞ്ച് വരെ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് 1.2500 വരച്ച വരയിലൊന്നും വന്ന് മാർക്കറ്റ് നിൽക്കില്ല അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ബൈ എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 200 പിപ്പിന് മുകളിലായിട്ടുള്ള 250 പിപ്പിന് മുകളിലായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അറ്റ്ലീസ്റ്റ് പാർഷ്യൽ പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയും നമുക്ക് 1.2600 കിട്ടിയാൽ പോലും നമുക്ക് വീണ്ടും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.2600 ബ്രേക്ക് ചെയ്യുന്നില്ല, 2 മാർക്കറ്റ് ഓപ്പണിങ്സിൽ ബ്രേക്ക് ചെയ്യുന്നില്ല, നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ട് അവിടെ എടുക്കുക. 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.2700 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് കടന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അതൊരു നല്ലൊരു ബൈ എൻട്രി ആണെന്ന് പറയാനും പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഓക്കെ, അങ്ങനെ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.2700 മുകളിൽ കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു 0.3 എടുത്ത് ബാക്കി ഒരു ലോട്ട് കച്ചവടം ചെയ്താൽ ബാക്കി 0.4 ലോട്ട് 1.2800 മുകളിൽ കയറുന്ന സമയത്ത് നമുക്ക് വീണ്ടും അടുത്ത ബൈ എടുക്കാം എന്നുള്ളതാണ് GBP എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ നമുക്ക് 1.2800 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 500 പിപ്സ് നമുക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. 1-2 ദിവസം കൊണ്ടല്ല കേട്ടോ, ഒരു 1-2 ആഴ്ച കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് GBP ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര വലിയൊരു വോളറ്റാലിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നിപ്പോൾ 2660 ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതിപ്പം ഏഷ്യ ഓപ്പണായ സമയത്ത്, യൂറോപ്പ് ഓപ്പണായ സമയത്ത് 2660 മുകളിലായെങ്കിലും ഏഷ്യ ക്ലോസ് ആയപ്പോൾ 2660 താഴെയായിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബൈ ചെയ്യാം. ഞാനൊരു ചെറിയ ലോട്ട് ബൈ എടുത്തിട്ടുണ്ട്. 2552 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു ബൈ ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ റിസ്ക് എടുത്ത് വേണമെങ്കിൽ ബൈ ചെയ്യാം. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടായതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു ബൈ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിനി നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2600 മാർക്കറ്റ് താഴോട്ട് ഇപ്പോൾ സീസ്ഫെയറിൻ്റെ ഭാഗമായിട്ട് സീസ്ഫെയർ വേണമെന്ന് ഒരു തീരുമാനം ഉണ്ടായി. 2630 മാർക്കറ്റ് പോവുകയാണ് എങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 0.2 ലോട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഒരു ബൈ ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ടൊരു ബെറ്റർ ബൈ 2610 ലെവലിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ലോട്ടും കൂടെ എടുക്കാം എന്നുള്ളതാണ്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും ലോ പോയ 2605 താഴെയായിട്ട് ഒരു $1, $2, $3, $4 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം അങ്ങനെ ചെയ്തപ്പോൾ എനിക്കറിയാം 2630 നമ്മൾ ബൈ എടുത്തിട്ട് അത് 0.2 ലോട്ടാണെങ്കിലും അത് മാർക്കറ്റ് 2600 വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 600 പിപ്പ് ഓളം ലോസ് വരെ ഉണ്ടായി. ഓക്കെ, പിന്നെ 800 ഒരു 2610 ബൈക്ക് 0.8 ലോട്ടാണ് അല്ലേ. ആ 0.8 ലോട്ടെന്ന് പറയുന്നത് $10 പോയാൽ വീണ്ടും $800. അപ്പോൾ $1400 നഷ്ടപ്പെടാനായിട്ട് ഉള്ളവർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടായിരിക്കണം. പക്ഷേ അവിടെ ഉള്ളൊരു പോസിബിലിറ്റി എന്താ വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്ക് മിനിമം 2660 വരെ പോകും. ഓക്കെ, അല്ലെങ്കിൽ
2780 വരെ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസാണ് അതിനകത്ത് നമ്മൾ കാണുന്നതെന്നുള്ളതാണ്. കാരണം റിസ്ക് റിവാർഡ് റേഷ്യോ ഒരുപാട് കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാം എന്നുള്ളതാണ്. നിങ്ങളുടെ താല്പര്യമാണ്. ഓക്കെ, സോ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൽ സൈഡിലോട്ട് നിൽക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബൈ സൈഡിലോട്ട് പോകാം. സപ്പോസ് US മാർക്കറ്റ് ഓപ്പണിങ്ങിൽ 2660 മുകളിലാണെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ടിന് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 2652 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ്, ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, മാർക്കറ്റ് 2680 ഉറപ്പായിട്ട് റെസിസ്റ്റ് ആവും. വേണമെങ്കിൽ അവിടെ വെച്ച് പ്രോഫിറ്റ് എടുത്ത് മാറാം. ഓക്കെ, ഇല്ലെങ്കിൽ വീക്കെൻഡ് ഹോൾഡിങ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ബൈ സൈഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് എടുത്ത് നമ്മൾ 2675 മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ 2665 നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് 52 സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 65 വെച്ചതിന് ശേഷം വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം മാർക്കറ്റ് താഴോട്ട് പോയാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക $5 പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്ക് 2780 വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നമുക്ക് എന്താ പറയുക, അടുത്ത ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെ കുറിച്ചൊക്കെ ഉറപ്പായിട്ടും ഞായറാഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഉറപ്പായിട്ട് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഞായറാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്. വീക്കെൻഡാണ്. വീക്കെൻഡിൽ നമ്മൾ എന്താ പറയുക, ട്രേഡിനകത്തുനിന്നൊക്കെ മാറി നിന്ന് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. മനസ്സിൽ, അതായത് നമ്മുടെ തലയൊക്കെ ഒന്ന് കൂളാക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.